ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ടോപ്പ് 5 അനാലിസിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിന് മുന്നത്തെ സീസണിലും നമ്മൾ ഓരോരോ വീക്ക് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മളൊരു അനാലിസിസ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതായത് ഈ പറയുന്ന ടോപ്പ് 5 മത്സരാർത്ഥികൾ ഏറ്റവും നല്ല രീതിയിൽ ആ ഒരു വീക്കിൽ കണ്ടന്റ് കൊടുത്ത മത്സരാർത്ഥികൾ ആരൊക്കെയാണെന്ന് നമ്മളൊരു ടോപ്പ് 5 ലിസ്റ്റ് പങ്കുവയ്ക്കാറുണ്ട്. ഇത് നമ്മൾ സീസൺ 6 മുതൽ ചെയ്യുന്ന ഒരു വീഡിയോ തന്നെയാണ്. അപ്പൊ നമ്മുടെ സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യത്തെ നമ്മുടെ വീഡിയോ ആണിത്. അതായത് ഫസ്റ്റ് വീക്ക് ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. ഇന്ന് ലാലേട്ടൻ വന്ന് ഈ പറയുന്ന കണ്ടസ്റ്റൻസിനെ കാണുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് വീക്ക് നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് ഏറ്റവും അടിപൊളിയായിട്ട് ഗെയിം കളിച്ച അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ബിഗ് ബോസിൽ കണ്ടന്റുകൾ കൊടുത്ത 5 മത്സരാർത്ഥികൾ ആരൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ 5ാമത്തെ പേര് 5-1 പോകാം. 5ാമത്തെ പേര് മറ്റാരുമല്ല, ആര്യൻ കതോരിയാണ്. ആര്യൻ കതോരിയ എന്താണ് പറയുമ്പോൾ കൃത്യമായൊരു ഗെയിം പ്ലാൻ ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ആര്യൻ കതോരിയ. പുള്ളിക്കാരന്റെ ഒരു ഗെയിം എന്ന് പറയുന്നത് ഒരു ലവ് ട്രയാങ്കിൾ ബിഗ് ബോസ് ഹൗസിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ടാണ് ആര്യൻ കതോരിയ ഫസ്റ്റ് വീക്കിൽ ശ്രമിച്ചിട്ടുള്ളത്. അതായത് ആദില നൂറ, അതിനകത്ത് നൂറയോട് പോയിട്ട് എന്താണ് നൂറ ലുക്കാണ്, എനിക്കൊരു ഇഷ്ടം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഇടയിൽ ഒരു ഫൈറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആര്യൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അനുമോളുടെ കേസാണെങ്കിലും അനുമോളെ നല്ല രീതിയിൽ പ്രൊവോക്ക് ചെയ്ത് ഗെയിം കളിക്കാനായിട്ട് ആര്യൻ കതോരിയക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പല പല കാര്യങ്ങൾ ആര്യൻ ബിഗ് ബോസ് ഹൗസിൽ ചെയ്യുന്നത് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും മറ്റുള്ള കണ്ടസ്റ്റൻസിൽ നിന്ന് കുറച്ചുകൂടി ഒരു വ്യത്യസ്തമായ ഒരു കണ്ടന്റ് പുറത്തേക്ക് കൊടുക്കാനായിട്ട് ആര്യൻ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പൊ നമ്മുടെ ലിസ്റ്റിൽ 5ാമത്തെ പേര് ആര്യൻ കതോരിയാണ്. നിങ്ങൾക്കും ആര്യൻ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ആര്യൻ ഫാൻസ് തീർച്ചയായിട്ടും താഴെ കമന്റുകൾ രേഖപ്പെടുത്തുക. അടുത്തതായിട്ട് 4ാമത്തെ പേര് മറ്റാരുമല്ല, അപ്പാനി ശരത്താണ്. അപ്പാനി ശരത്തും വ്യക്തമായിട്ടൊരു ഗെയിം പ്ലാൻ ഉള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കിക്കൊണ്ട് ആ ഗ്രൂപ്പിനെ വെച്ചുകൊണ്ട് മറ്റുള്ളവർക്കെതിരെ ഗെയിം പ്ലാൻ ചെയ്യാനായിട്ട് അപാര ടാലന്റ് ഉള്ള ഒരു വ്യക്തിയാണ് അപ്പാനി ശരത്ത്. നമ്മുടെ അനീഷിനെതിരെയുള്ള ഗെയിം ഫുള്ള് അഴിച്ചുവിട്ടത് ഈ പറയുന്ന അപ്പാനി ശരത്തായിരുന്നു. അതുപോലെ പല പല കണ്ടസ്റ്റൻസിനെതിരെയും മറ്റുള്ള വ്യക്തികളെ കൊണ്ട് ഗെയിം പ്ലാൻ ചെയ്ത് ആ ഒരു കണ്ടസ്റ്റൻസിനെതിരെ അത് അപ്ലൈ ചെയ്യാനായിട്ട് അപ്പാനി ശരത്തിന് പല സമയത്തും സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബിഗ് ബോസിൽ നിന്ന് ഈ ഒരു ആഴ്ച വന്ന കണ്ടന്റുകളുടെ ഒരു ഭൂരിഭാഗവും അപ്പാണി ശരത്തിന്റെ പേരിൽ തന്നെ ആയിരുന്നു. അപ്പാണി ഒച്ചപ്പാടെടുക്കുന്നതായാലും അല്ലെങ്കിൽ കാര്യങ്ങൾ സംസാരിക്കുന്നതായാലും എങ്ങനെയൊക്കെ പോയാലും ക്യാമറ സ്പേസും സ്ക്രീൻ സ്പേസും ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പാണി ശരത്തിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പാണി ശരത്തിന് നമുക്ക് ഈ ഒരു ലിസ്റ്റിൽ 4ാം സ്ഥാനം കൊടുക്കാം. അടുത്തതായി 3ാം സ്ഥാനം കൊടുക്കുന്നത് മറ്റാർക്കുമല്ല, നമ്മുടെ കോമണറായിട്ട് അതുപോലെ തന്നെ സാധാരണക്കാർക്കിടയിൽ നിന്ന് ബിഗ് ബോസ് ഹൗസിൽ പങ്കെടുക്കാനായിട്ട് പോയ അനീഷ് എന്ന ആ ഒരു വ്യക്തിക്കാണ് നമ്മൾ 3ാം സ്ഥാനം കൊടുക്കുന്നത്. ബിഗ് ബോസ് ഹൗസിൽ കൃത്യമായ ഒരു ഗെയിം പ്ലാൻ ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് അനീഷ്. അതുപോലെ തന്നെ മറ്റുള്ള കണ്ടസ്റ്റൻസിന് പെട്ടെന്ന് അനീഷിന്റെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റില്ല. അത് തന്നെയാണ് ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും കൂടുതൽ ഒരു കണ്ടസ്റ്റന്റിനെ സംഭവിച്ചുകൊണ്ട് വേണ്ടത്. അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രൊവോക്ക് ചെയ്ത് ഗെയിം കളിക്കാനും മറ്റുള്ള കണ്ടസ്റ്റൻസിനെ കൊണ്ട് തനിക്കെതിരെ ചൂടാക്കാനും ഈ പറയുന്ന അനീഷിന് സാധിക്കും. അത്തരത്തിലുള്ള പല പല കാര്യങ്ങളും നമ്മൾ ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫസ്റ്റ് വീക്ക് തന്നെ ക്യാപ്റ്റൻസി ടാസ്കിലൂടെ ക്യാപ്റ്റൻ ആവാനായിട്ടും അനീഷിന് സാധിച്ചിട്ടുണ്ട്. ആ ഒരു ക്യാപ്റ്റൻസിയിൽ ഇതുവരെയും ബിഗ് ബോസിൽ കാണാത്ത രീതിയിൽ അതിപ്പോ പോസിറ്റീവ് ആയിട്ടുള്ള വന്നതെങ്കിലും തീർച്ചയായിട്ടും ഈ പറയുന്ന അനീഷിന്റെ പേര് ഒരു കണ്ടന്റിന്റെ രൂപത്തിൽ ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഒരു സ്ക്രീൻ സ്പേസ് പല പല സ്ഥലങ്ങളിൽ നിന്നും അനീഷിന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ എങ്ങനെ പ്രൊവോക്ക് ചെയ്യാമെന്നും നല്ല രീതിയിൽ തന്നെ അനീഷിന് അറിയാം. ബിഗ് ബോസിൽ ഒരു കണ്ടസ്റ്റന്റിന് വേണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് മറ്റുള്ള വ്യക്തികളെ പ്രൊവോക്ക് ചെയ്ത് ആ ഒരു ഗെയിമിനെ അവിടെ ഒന്ന് ഉണർത്തിയെടുക്കുക എന്നുള്ളത്. അത് നല്ല രീതിയിൽ തന്നെ അനീഷിനെ കൊണ്ട് അത് സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഇവിടെ പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇന്നുൾപ്പെടെയുള്ള പല സീനുകളും ബിഗ് ബോസ് ഹൗസിൽ എടുത്ത് നോക്കുന്ന സമയത്ത് അനീഷ് സ്വന്തമായ ഒരു ഗെയിം പ്ലാൻ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും കുറച്ചുകൂടി പോസിറ്റീവ് ആണെങ്കിൽ അനീഷ് അടുത്തൊരു രാജാവാൻ വരെ ക്വാളിറ്റി ഉള്ള ഒരു ഗെയിമർ തന്നെയാണ്. അടുത്തതായിട്ട് നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമത്തെ പേര് മറ്റാരുമല്ല, നമ്മുടെ ഷാനവാസ് ഷാനു ആണ്. ഒരുപാട് എക്സ്പെക്ടേഷൻ കൊടുത്ത് ബിഗ് ബോസ് ഹൗസിലേക്ക് വിട്ട ഒരു കണ്ടസ്റ്റന്റ് ആണ് ഈ പറയുന്നത് ഷാനവാസ് ഷാനു. അപ്പോൾ ഒരുപാട് സീരിയലുകളിലൂടെ ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരു ആക്ടർ കൂടിയാണ് അദ്ദേഹം. അപ്പൊ തീർച്ചയായിട്ടും ബിഗ് ബോസ് ഹൗസിൽ വന്ന ഫസ്റ്റ് ഡേ മുതൽ നല്ല രീതിയിലുള്ള കണ്ടന്റുകൾ ഷാനവാസിന്റെ പേരിൽ പുറത്തേക്ക് എത്തുന്നുണ്ട്. അതുമാത്രമല്ല, ഷാനവാസിന്റെ കേസ് പറയുകയാണെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാവുന്ന ഷാനവാസിനെ ബന്ധപ്പെടുന്ന സകല പ്രശ്നങ്ങളിലും ഷാനവാസ് ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ശ്രമിക്കാറുണ്ട്. മറ്റുള്ള കണ്ടസ്റ്റൻസിനെ അപേക്ഷിച്ചുകൊണ്ട് ആ ഒരു പ്രശ്നം പകുതിക്കിട്ട് സോൾവ് ചെയ്യാതെ പോകുന്ന സ്ഥാനത്ത്
ഷാനവാസ് ഓരോ കാര്യങ്ങളും ആ ഒരു പ്രശ്നത്തോട് സംബന്ധിച്ച മറ്റ് കണ്ടസ്റ്റൻസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനും ആ ഒരു പ്രശ്നത്തിലൂടെ തന്നെ ഒരു കോണ്ടന്റ് ഉണ്ടാക്കിയെടുക്കാനും ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ ഷാനവാസ് ഉണ്ടാക്കുന്ന ഓരോ കോണ്ടന്റുകളിലും കോമഡി കൊണ്ടുവരാനും ഷാനവാസിന് ഒരു പ്രത്യേക ടാലന്റ് ഉണ്ട്. അതൊരു ബിഗ് ബോസ് ഹൗസിൽ ഒരു കണ്ടസ്റ്റന്റിന് വേണ്ട ഒരു ക്വാളിറ്റികളിൽ ഒന്ന് തന്നെയാണത്. ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് ജനങ്ങൾ അത് കാണുമ്പോൾ കുറച്ചുകൂടി കോമഡി അതിനകത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണുന്ന ആളുകൾക്ക് ഒരു എൻജോയ്മെന്റ് ആയിരിക്കും. ഇപ്പൊ ഷാനവാസിന്റെ പേരിൽ ഒരുപാട് ക്ലിപ്പുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് അവിടെയും ഒരു BB മെറ്റീരിയലിനെ പോലെ നിന്ന് ഒരു കണ്ടന്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഷാനവാസ് ട്രൈ ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഈ പറയുന്ന ഒരു കണ്ടന്റും ആ ഒരു കോമഡി വിത്ത് ഒരു കണ്ടന്റും അവിടെ വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതൊരു അപാര ക്വാളിറ്റി തന്നെയാണ് ഒരു ഗെയിമർക്ക് വേണ്ടത്. എനിക്ക് പേഴ്സണലി ഷാനവാസ് ഇടപെടുന്ന ഓരോ ഇഷ്യൂസും ഭയങ്കര താല്പര്യമാണ്. കാരണം അതിലും ഒരു കണ്ടന്റ് അല്ലെങ്കിൽ അതിലും ഒരു കോമഡി പീസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഷാനവാസ് പലപ്പോഴും ശ്രമിക്കും. അതുകൊണ്ട് തന്നെ ഷാനവാസിന് ഭയങ്കര ഫാൻസ് ആണ്. ഒരുപാട് വീഡിയോസ് ഷാനവാസിനെ ബന്ധപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് കിടന്നോടുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് ഫാൻ പേജ് ഒക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ലിസ്റ്റിൽ 2ാം സ്ഥാനം എന്തുകൊണ്ടും അർഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഷാനവാസ് ഷാനു. അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ 1ാമത്തെ പേര് BB ഹൗസിൽ ഏറ്റവും അധികം കണ്ടന്റുകൾ ഉണ്ടാക്കിയ വ്യക്തി മറ്റാരുമല്ല, നമ്മുടെ എവർഗ്രീൻ സൂപ്പർ വുമൺ രേണു സുധി ബിഗ് ബോസ് ഹൗസിൽ വരുന്നത് തന്നെ ഒരു കോൺട്രവേഴ്സി ആയിരുന്നു. കാരണം ബിഗ് ബോസ് ഹൗസിൽ രേണു സുധി പങ്കെടുക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ തൊട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ തുടങ്ങിയ അടി ഇതുവരെയും അവസാനിച്ചിട്ടില്ല. പക്ഷെ രേണു സുധി കൊടുക്കുന്ന കണ്ടന്റ് ഒക്കെ നല്ല ക്ലിയർ കട്ടാണ്. അതൊക്കെ എപ്പിസോഡിൽ കൊടുക്കാനായിട്ടും ബിഗ് ബോസിന് ബിഗ് ബോസിനെ തന്നെ ഫോഴ്സ് ചെയ്യാണ്. അത് എപ്പിസോഡിൽ ഒരു കണ്ടന്റ് ഇടണം. അതായത് ഇന്നത്തെ എപ്പിസോഡ് ഇടണമെന്നുണ്ടെങ്കിൽ രേണുസുതി വേണം ആ ഒരു എപ്പിസോഡിൽ. ഈ പറയുന്ന രേണുസുതി അന്നൊരു കണ്ടന്റ് ഈ ഒരു പെർട്ടിക്കുലർ ഡേ നമ്മൾ എടുക്കുകയാണെങ്കിൽ അന്ന് രേണുസുതി ഒരു കണ്ടന്റ് ഉണ്ടാക്കിയില്ലെങ്കിൽ തന്നെ രേണുസുതിയെ ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും പുറത്തേക്ക് വിട്ട് കഴിഞ്ഞ് അതിലൂടെ ഒരു മാർക്കറ്റിംഗ് ബിഗ് ബോസ് ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും രേണുസുതി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നല്ലൊരു ഒരു മാർക്കറ്റിംഗ് നെയിമായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസും രേണുസുതിയെ കൊണ്ടുവന്നതും ഈ പറയുന്ന മാർക്കറ്റിങ്ങിന് വേണ്ടി തന്നെയാണ്. അതും നമ്മൾ എടുത്തു പറയണമല്ലോ ഒരു കാര്യം പറയുമ്പോൾ. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വീക്ക് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ രേണുസുതിയെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ടായിട്ടുണ്ട്. അക്ബർ ഖാൻ രേണുസുതിയെ സെപ്റ്റി ടാങ്ക് എന്നുള്ള പേരിൽ വിളിച്ചതും, അതുപോലെ തന്നെ അനീഷ് ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് ചെന്നിട്ട് സുധി ആരാണെന്നുള്ള രീതി പറഞ്ഞപ്പോഴും ഈ പറയുന്ന പല ഇഷ്യൂസിലും രേണുസുതി വളരെ ശക്തമായിട്ട് പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ടുള്ള ഗെയിം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കണ്ടന്റ് രേണുസുതിയുടെ പേരിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോസിറ്റീവായിട്ട് രേണുസുതി മാറുന്നുണ്ട്. ഭയങ്കര മോശപ്പേരായിരുന്നു, പക്ഷെ അതൊക്കെ ഇപ്പൊ ഭയങ്കര പോസിറ്റീവ് ടച്ചോട് കൂടിയാണ് എല്ലാവരും അറിയുന്നത്. പോസിറ്റിവിറ്റി ബിഗ് ബോസിൽ വന്നിട്ട് പോസിറ്റിവിറ്റി ഉണ്ടാക്കിയിട്ടുള്ള മറ്റൊരു കണ്ടസ്റ്റന്റിന്റെ പേര് ഞാൻ പറയാം. മറ്റാരുമല്ല, നമ്മുടെ സീസൺ 5 വിന്നറായിട്ടുള്ള അഖിൽമാരാർ. ഒരുപാട് നെഗറ്റീവായിട്ടാണ് അഖിൽമാരാർ ബിഗ് ബോസ് ഹൗസിൽ കയറിയത്. പക്ഷെ കയറിയിട്ട് ഒരു ഫസ്റ്റ് വീക്ക് തീർന്നപ്പോൾ തൊട്ട് തന്നെ ഫുള്ള് കൺട്രോൾ, ബിഗ് ബോസിന്റെ ഫുൾ കൺട്രോൾ ഏറ്റെടുക്കൽ അഖിൽമാരാറായി. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഒരു ഫസ്റ്റ് വീക്ക് തീർന്നു, ഇനിയും അങ്ങോട്ട് പോകുമ്പോൾ രേണുസുതിക്ക് ഒരു ഫുൾ കൺട്രോൾ ഏറ്റെടുക്കാനുള്ള ഒരു ക്വാളിറ്റി ഉണ്ട്. നല്ലൊരു ഗെയിമറാണ് പുള്ളിക്കാരത്തി. പിന്നെ പലപ്പോഴും വീക്കായി പോകുന്നു. എനിക്ക് മക്കളെ കാണണം, ഋത്തപ്പനെ കാണണം, മൂത്ത മകനായിട്ടുള്ള കിച്ചുവിനെ കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലപ്പോഴും രേണുസുതി സങ്കടപ്പെട്ടിരിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തൊക്കെയാണെങ്കിലും രേണുസുതിയുടെ പല കാര്യങ്ങളും വളരെ പോസിറ്റീവായിട്ടാണ് ഇപ്പൊ ജനങ്ങൾ എടുക്കുന്നത് എന്നുള്ളത് രേണുസുതിക്ക് ഒരു സക്സസ് തന്നെയാണ്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും രേണുസുതി തന്നെയാണ് ഈ ഒരു ലിസ്റ്റിൽ 1ാം സ്ഥാനം അർഹിക്കുന്ന വ്യക്തി. ഇനിയിപ്പോ അങ്ങോട്ട് പോകുമ്പോൾ മാറാം, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു 1ാം സ്ഥാനം കൂട്ടി ഉറപ്പിച്ചുകൊണ്ട് സീസൺ 7 വിജയി ആവാൻ വരെയും സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് രേണുസുതി. അതിനുള്ള കാപ്പബിലിറ്റിയും ഉണ്ട്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ 5 കണ്ടസ്റ്റൻസിന്റെ പേരുകളാണ് നമ്മൾ ആകെ മൊത്തം പറഞ്ഞത്. 5ാം സ്ഥാനത്ത് നമ്മൾ പറഞ്ഞത് ആര്യൻ കതോരിയാണ്. 4ാം സ്ഥാനത്ത് അപ്പാണി ശരത്തിനെയാണ് നമ്മൾ പറഞ്ഞത്. 3ാം സ്ഥാനത്ത് നമ്മുടെ കോമണറായ അനീഷിനെ പറഞ്ഞു. ഈ പറയുന്ന 2ാം സ്ഥാനത്ത് നമ്മൾ ഷാനവാസ് ഷാനുവിനെ പറഞ്ഞു. 1ാം സ്ഥാനത്ത് നമ്മൾ രേണുസുതിയെയും പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ എന്റെ പെർസ്പെക്റ്റീവ് ആണ്. ഞാൻ ഇതിനു മുമ്പത്തെ സീസണിലും ഈ ഒരു സീസണിൽ ഇനി വീഡിയോ ചെയ്യാൻ പോകുന്നതും എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടങ്ങളും അല്ലെങ്കിൽ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള പെർസ്പെക്റ്റീവും അനുസരിച്ച് തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ഇനി ഒരു ഗെയിം മുന്നോട്ട് പോകാൻ പോകുന്നത്. ഫസ്റ്റ് വീക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ ഒരുപാട് അടിയും ഇടിയും കോൺട്രവേഴ്സീസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനിയും സീസൺ ഒരുപാട് കിടക്കാണ്. പുതിയ ആളുകളും ബിഗ് ബോസ് ഹൗസിൽ പങ്കെടുക്കാനായിട്ട് ഇങ്ങനെ ബിഗ് ബോസ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ അടുത്ത നാളുകളിൽ തന്നെ ഒരു വൈൽഡ് കാർഡ് എൻട്രി ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്തൊക്കെയാണെങ്കിലും നോക്കാം നമുക്ക് എങ്ങനെയാകും ഈ ഒരു സീസൺ ഇനി മുന്നോട്ട് ഓടിക്കുന്നതെന്ന്. അപ്പൊ നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാണ്? തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം.
ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ ഇട്ട് വീണ്ടും കാണാം. താങ്ക്